പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE മുൻ ചാമ്പ്യനായിരുന്ന ബോബി ലാഷ്ലിയെ സംബന്ധിച്ചുള്ള ബോബി ലാഷ്ലിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് ബോബി ലാഷ്ലിയുടെ WWE കോൺട്രാക്റ്റ് അവസാനിക്കുന്നതും താരം കോൺട്രാക്റ്റ് പുതുക്കാതെ ഫ്രീ ഏജൻറ്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് മാറുന്നതും. ഇതുവരെ മറ്റൊരു കമ്പനിയുമായി ബോബി ലാഷ്ലി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലാഷ്ലിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ ലാഷ്ലിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാഷ്ലി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നത് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവി അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാൻ സാധിക്കും. അതായത് WWE തിരികെ വരാനോ അല്ലെങ്കിൽ AEWയിൽ ഡെബ്യൂ ചെയ്യാനോ അത്തരത്തിൽ എന്ത് തീരുമാനങ്ങളും എടുക്കാൻ അദ്ദേഹത്തിന് നിലവിൽ സാധിക്കും. ഞാൻ കാത്തിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ബോബി ലാഷ്ലി പറയുന്നത്. അപ്പോൾ റെസ്ലിംഗിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കുള്ള യാതൊരുവിധ സൂചനയും ലാഷ്ലി ഇപ്പോൾ പങ്കുവെക്കുന്നില്ല. ഇമ്മീഡിയറ്റായി ലാഷ്ലി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഉടനീളം പോയി എല്ലാ സ്ഥലത്തേക്കും സഞ്ചരിച്ച് യങ് ആയിട്ടുള്ള ടാലൻസിനെ കണ്ടുപിടിച്ച് അവരുടെ ആ ഹാർഡ് വർക്കിംഗ് സ്കില്ല് പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് നിലവിൽ ലാഷ്ലി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ലാഷ്ലി ലേറ്റസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ ലാഷ്ലി റിങ്ങിലേക്ക് തിരികെ വരാൻ പോകുന്നു അല്ലെങ്കിൽ AEWയിലേക്ക് ഡെബ്യൂ ചെയ്യാൻ പോകുന്നു എന്നുള്ള ശക്തമായ റൂമേഴ്സ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ലാഷ്ലി അദ്ദേഹത്തിൻ്റെ ഭാവി കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ലാഷ്ലിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് മെയിൻ ഈവൻറ്റ് ജെ ഊസോയുടെയും റിയ റിപ്ലിയുടെയും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ്. ഏറ്റവും ലേറ്റസ്റ്റായി ഇൻസ്റ്റഗ്രാമിൽ റിയ റിപ്ലി പങ്കുവെക്കുന്ന സ്റ്റോറി ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഒരു സെൽഫിയാണ് റിയ റിപ്ലി പങ്കുവെക്കുന്നത്. ഉറങ്ങുന്ന ജെ ഊസോയുടെ അടുത്ത് റിയ റിപ്ലി ഇരുന്നു കൊണ്ട് ആ ഒരു പിക്ചർ മാത്രമാണ് റിയ റിപ്ലി പങ്കുവെക്കുന്നത്. അതിനൊരു ക്യാപ്ഷനും റിയ റിപ്ലി കൊടുക്കുന്നുണ്ട്. ഉറങ്ങുന്ന ജെ ഊസോ തന്നെയാണോ സ്വപ്നം കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ റിയ റിപ്ലി ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും ഇവരുടെ ഈ ഒരു ഫോട്ടോയെ സംബന്ധിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓൺ സ്ക്രീനിൽ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി അടുത്തിടപഴകുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറി വരുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ ബഡി മാത്യൂസ് ആണ് റിയ റിപ്ലിയുടെ കാമുകൻ. അതുപോലെ തന്നെ ജെ ഊസോയുടെ വിവാഹം കഴിഞ്ഞതാണ്. അതുപോലെ റിയൽ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പക്ഷേ WWE സ്റ്റോറി ലൈനിലേക്ക് വരികയാണെങ്കിൽ റിയ റിപ്ലിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായ ഡാമിൻ പ്രീസ്റ്റ് അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന മറ്റൊരു വ്യക്തി എന്നുള്ളൊരു നിലയിലേക്ക് ജെ ഊസോ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പ് ഒരു ലവ് ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ WWE തയ്യാറാണ് എന്നുള്ളതിൻ്റെ സൂചനയൊക്കെ അവർ ഓൺ സ്ക്രീനിൽ നൽകുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പങ്കുവെക്കുന്ന ഒരു സ്റ്റോറി ജെ ഊസോ റിയ റിപ്ലി ഇവരുടെ ഈ ഒരു സ്റ്റോറി ഇപ്പോൾ പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതിനർത്ഥം ജെ ഊസോ ഒറ്റയടിക്ക് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറിയിലേക്ക് മാറാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കുറച്ചും കൂടി കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജെ ഊസോ ബ്ലഡ് സ്റ്റോറി ലൈനിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ജെ ഊസോ റിയ റിപ്ലി ഡാമിനി പ്രീസ്റ്റ് ഇവരുടെ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോകും എന്നുള്ളതിൻ്റെ സൂചനയും നമുക്കിപ്പോൾ റൂമേഴ്സിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദർ വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മത്സരം എന്ന് നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഈ മത്സരം അനൗൺസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡേവ് മെൽസറിൻ്റെ പുതിയ റിപ്പോർട്ടിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് കൺഫേം ചെയ്യുകയാണെങ്കിൽ ആറാമത്തെ ഒരു മത്സരമായിട്ടായിരിക്കും ബാഡ് ബ്ലഡിലേക്ക് ഇത് കൺഫേം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് 4 പേപ്പർ റിവ്യൂകൾക്ക് പുറമെ ഇപ്പോൾ ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു പ്ലാൻ 5 മത്സരങ്ങൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തുകൊണ്ട് ആ ഒരു പാറ്റേൺ തുടരുക എന്നുള്ളതാണ്. എന്നാൽ ബാഡ് ബ്ലഡിലേക്ക് ഈ ഒരു മത്സരം കൺഫേം ചെയ്യുകയാണെങ്കിൽ ആറാമത്തെ മത്സരമായിട്ടായിരിക്കും ഈ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നിന്ന് ചെറിയ വ്യത്യാസം ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ടോപ്പ് 4 പേപ്പർ വ്യൂകളുടെ ഒപ്പം അല്ലെങ്കിലോ അതിന് കീഴെയോ വെക്കാൻ ട്രിപ്പിൾ എച്ച് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഗിന്ദർ വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഗിന്ദറിന് തന്നെയാണ് വിജയസാധ്യത കൂടുതലുള്ളത്. മത്സരം എന്ന് നടക്കുമെന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇനി വരുന്ന റോ എപ്പിസോഡിലൂടെ ലഭിച്ചേക്കാം. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. സൂപ്പർ താരത്തെ എന്തുകൊണ്ട് WWE അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. ഒഴിവാക്കിയത് ഇപ്പോൾ കഴിഞ്ഞ USA നെറ്റ്വർക്കിന് കീഴിലുള്ള ആദ്യ സ്മാക്ഡൗണിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതായത്
കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റോമൻ റെയിൻസ് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ USA നെറ്റ്വർക്കിന് കീഴിലേക്ക് വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുമെന്നുള്ളത് WWE കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് റോമൻ റെയിൻസിനെ ആ പിക്ചറിൽ നിന്നും അഡ്വർടൈസ്മെൻറ്റിൽ നിന്നും അവർ ഒഴിവാക്കി. റോമൻ റെയിൻസ് വരില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ബിൽഡപ്പാണ് ഈ ഒരു ഷോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഫൈറ്റ്ഫുൾ സെലക്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ USA നെറ്റ്വർക്കിന് കീഴിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു സർപ്രൈസ് എലമെൻറ്റ് വേണം. ആ ഒരു സർപ്രൈസ് എലമെൻറ്റ് റോമൻ റെയിൻസിൻ്റെ തിരിച്ചറിവ് ആയിരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനം ഉള്ളതുകൊണ്ടാണ് റോമൻ റെയിൻസിനെ അഡ്വർടൈസിൽ നിന്ന് അവർ ഒഴിവാക്കിയത്. കൂടാതെ ഷോ തുടങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് റോമൻ റെയിൻസിനെ ആ ഷോ നടക്കുന്ന എറീനയിലേക്ക് വരെ കൊണ്ടുവന്നത്. അപ്പോൾ മൊത്തത്തിലൊരു സർപ്രൈസ് എലമെൻറ്റ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് അവർ എല്ലാ കരുക്കളും നീക്കിയത്. കൂടാതെ റോമൻ റെയിൻസിനെ നിലവിൽ ഫ്രീ ഏജൻറ്റ് സ്റ്റാറ്റസിൽ നിന്ന് സ്മാക്ഡൗൺ റോസ്റ്ററിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഡ്രാഫ്റ്റിൽ പങ്കെടുക്കാതിരുന്ന റോമൻ റെയിൻസ് ഒരു ഫ്രീ ഏജൻറ്റ് സ്റ്റാറ്റസ് ആയിട്ട് ഇതുവരെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ റോമൻ റെയിൻസ് പൂർണ്ണമായി സ്മാക്ഡൗൺ ബ്രാൻഡിലെ ബ്ലൂ ബ്രാൻഡിലെ റെസ്ലറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി റോമൻ റെയിൻസ് ഒരു നെക്സ്റ്റ് ഡ്രാഫ്റ്റ് വരെ സ്മാക്ഡൗൺ തന്നെ ഒരു ഒഫീഷ്യൽ ഭാഗമായിരിക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പായിരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.